പുസ്തകങ്ങൾ എന്നത് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന സ്വപ്നമാണ്. ചെറുപ്രായത്തിൽ തൻ്റെ കാലിലുണ്ടായിരുന്ന ഒരു വളവ് മൂലം മറ്റു കുട്ടികളെ പോലെ കളിക്കുവാനും ആസ്വദിക്കുവാനും ഇടയാകാതെ വന്ന ഒരു കുട്ടിക്ക് തൻ്റെ മാതാവ് വായിക്കുവാനായി പുസ്തകങ്ങൾ നൽകി. പിന്നീട് അത് തൻ്റെ ലോകമാക്കി മാറ്റുകയും അതിൽ മുഴുകുകയും ചെയ്തു. പുസ്തക വായനയുടെ ശക്തിയാൽ തൻ്റെ ജീവിതത്തെയും തൻ്റെ സ്വപ്നങ്ങളെയും മാറ്റിമറിച്ച SS കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റും ഡാസ്ലേഴ്സ് ഡാൻസ് സ്റ്റുഡിയോയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ജിബു കൊച്ചുചെറിയാണ് ഇന്ന് ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിൽ. നമസ്കാരം. നമസ്കാരം. യെസ്. അപ്പോൾ വളരെ ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ ഈ പുസ്തകങ്ങളെയും വായനകളെയും പ്രണയിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ലോകത്തിലേക്കുള്ള ഒരു മിഴി തുറക്കലാണോ? അതെ, പുസ്തകങ്ങൾ ഒരുപാട് നമ്മുടെ കാഴ്ചപ്പാടുകളെ വ്യത്യസ്തമാക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു മനുഷ്യന് ശരിക്കും ഒരു ലൈഫ് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ. പക്ഷേ അതിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്, മാൻ ഹു റീഡ്സ് ബുക്സ് ലീവ്സ് 1000 ടൈംസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ. അതെ, അത് തന്നെയാണ് പറഞ്ഞു വന്നത്. അപ്പം വായിക്കുന്ന ഒരു മനുഷ്യന് ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് ഈ ലോകത്ത് വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുമ്പം പല പല ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരുപാട് മനുഷ്യരെ മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് വായനയിലൂടെയാണ്. വായന ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജിബിചേട്ടൻ ഒരു വൈദിക വിദ്യാർത്ഥി കൂടിയായിരുന്നു അല്ലേ? ഒരു സെമിനാരി ജീവിതം എന്നാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഈ പുസ്തക വായനയിൽ നിന്ന് ലഭിച്ച ഒരു ഉൾക്കാഴ്ചകളാണോ ഈ വൈദിക വൃത്തിയിലേക്കുള്ള യാത്ര പകുതി വഴിയിൽ നിർത്തി വരുവാനുള്ള ഒരു കാരണം ഇതാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു മനുഷ്യന് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ പറഞ്ഞു വായനയിലൂടെ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ സാധിക്കും. പല പല മേഖലകളിലേക്ക് പല പല സാധ്യതകൾ, ഒരു മനുഷ്യൻ്റെ സാധ്യതകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് വായന എന്ന് പറയുന്നത്. സോ കൂടുതൽ വായിക്കുമ്പോൾ, കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാറ്റം ഉണ്ടല്ലോ. ആ ഒരു മാറ്റമാണ് സെമിനാരി ജീവിതത്തിൽ നിന്നൊന്ന് മാറി നടക്കണമെന്ന് തോന്നുന്നതിന് കാരണമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മേഖലയെ തിരഞ്ഞെടുക്കുവാൻ എന്തായിരുന്നു ഒരു കാരണം ഉണ്ടായത്? തിരഞ്ഞെടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ബേസിക്കലി സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സമൂഹത്തിൽ നമ്മളൊരു ബഹുമാനിക്കപ്പെടണം എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം കുട്ടനാട് പശ്ചാത്തലത്തിലാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്, ഒരു ക്രൈസ്തവ അന്തരീക്ഷമൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പള്ളികളോടാണ്, ചർച്ചിനോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ചർച്ചിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ വൈദികരുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അങ്ങനെയാണല്ലോ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആനപ്പാപ്പാനാകാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെന്ന് പറയാറുണ്ട്. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോലീസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളെ സ്വാധീനിച്ച ആളുകളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതാണ് ഓരോ കുട്ടിയും എന്ന്. അതുപോലെ എന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്വാധീനിച്ചത് വൈദികരായിരുന്നു. അപ്പോൾ അവരെ പോലെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് വേണം, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന, അതൊരു കുട്ടി എന്ന നിലയിലാണ് പറയുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായി മാറണം. ഒരു കുർബാന ചെല്ലുമ്പോൾ ആളുകൾക്കുള്ളൊരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതൊക്കെ സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ദൈവവിളിയിലേക്ക് കടക്കാനായിട്ട് തോന്നിയത്. പിന്നെ അതെൻ്റെ മേഖലയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വിട്ടുപോകാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒരു സെമിനാരി ലൈഫ് ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതായത് 15 വർഷത്തെ സെമിനാരി പഠനം എന്ന് പറയുമ്പോൾ 15 വർഷം നമുക്ക് തിരിച്ചറിയാനുള്ള കാലഘട്ടമാണ്, നമുക്ക് മനസ്സിലാക്കാനുള്ള ജീവിതത്തെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ യോഗ്യരാണോ? അതെ, എല്ലാവർക്കും പറ്റിയൊരു ലൈഫല്ല. ആ ഒരു ലൈഫിനെ ശരിക്കും നോക്കിക്കാണാനായിട്ടുള്ള കുറേ വർഷങ്ങളാണ്. അത് ഞാൻ നോക്കിക്കണ്ട് എൻ്റെ ഒരു മേഖലയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല. എന്താണ് അതെൻ്റെ മേഖലയല്ല എന്ന് തോന്നേണ്ട ഒരു കാരണം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് കൂടുതലും ഈ വായന അതിലൊരു പ്രധാന ഘടകമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ കല, ഒരു ആർട്ടിസ്റ്റ്. ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുഞ്ഞിലെ മുതൽ തിയേറ്റർ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു കലാകാരന് വേണ്ടത് ടൈം, അവന് ചിന്തിക്കാൻ വേണ്ട സമയങ്ങൾ, അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ വരുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ
ഈ സെമിനാരിയിൽ നിന്ന് പോകുന്നതിൽ എപ്പോഴെങ്കിലും അതിലൊരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഒക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മുന്നോട്ടുള്ള ജീവിതത്തിൽ? അത് നമുക്ക് സ്വാഭാവികമായിട്ട് ആ തോന്നൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരിലേക്ക് പോകുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോയി നീണ്ട ഒരു 11 വർഷത്തോളം സെമിനാറായിരുന്നു. അപ്പം നമ്മുടെ ഒരു 11 വർഷം സെമിനാരി ഉണ്ടായിരുന്നു. അതെ അതെ ഏകദേശം ഇത് 4 വർഷം മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നതൊക്കെ സെമിനാരി ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അതേപോലെ അച്ഛന്മാർ ഒക്കെ ആയിരുന്നു. ആ ഒരു ലൈഫിൽ നമ്മളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് വളരെ സുഗമമായിട്ട് പോവുക എന്ന് പറയില്ലേ. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ വേണ്ടായിരുന്നു, അവിടെ തന്നെ നിന്നാൽ മതിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു മേഖലയിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുമുണ്ട്. ഈ മേഖലയിൽ ഉറപ്പുണ്ടോ? അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ചെറുപ്പത്തിലെ ആഗ്രഹമല്ല പിന്നീട് വരുമ്പോഴുള്ള പുസ്തകങ്ങളുടെയൊക്കെ ഒരു ഇതിലുള്ള ഒരു ഉൾക്കാഴ്ചയുടെ മാറ്റമാണെന്ന് പറഞ്ഞല്ലോ. ഇനിയും ഇപ്പോഴും വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉൾക്കാഴ്ചകളിൽ മാറ്റം വന്ന് ഈ ഒരു മേഖലയിൽ നിന്നും, അതായത് ഇപ്പോൾ ഈ തിയേറ്റർ നാടക മേഖലയിൽ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഏതെങ്കിലും സാധ്യതകൾ? മാറ്റങ്ങളെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അവർ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിന് നമ്മൾ സജ്ജമാകണമെന്നുള്ളതാണ്. അപ്പം ഞാനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരിനി മാറ്റങ്ങൾ സംഭവിക്കാനുണ്ടെങ്കിൽ ആ മാറ്റത്തിനോട് ചേർന്ന് സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് ആരെ ഉപദ്രവിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ആ ഒരു മേഖലകളിനെ കുറ്റം പറയാനുള്ളതല്ല, മാറ്റി നിർത്താനുള്ളതല്ല. മറിച്ച് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ കാലഘട്ടത്തിന് എത്ര യോജിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ മാറ്റത്തോട് ചേർന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പം ഈ വളരെ വിശാലമായ രീതിയിൽ വായിക്കുക, എനിക്ക് തോന്നുന്നു ഈ സെമിനാരി ജീവിതവും ഈ പ്രത്യേകിച്ച് ധർമാരാമിലൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുവാൻ തന്നെ കിട്ടിയ ഒരു സമയമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. അതെ, കൂടുതലായിട്ടും നമ്മൾ ചിന്തിക്കുന്ന തലത്തിൽ നമ്മൾ വീട്ടിൽ കുട്ടിയായിരുന്ന സമയത്ത്, വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായിട്ടുള്ള പുസ്തകങ്ങൾ, സാധാരണമായ നോവലുകൾ, സാധാരണമായ കഥാപുസ്തകങ്ങൾ, നോവൽസ്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെമിനാരി അതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, എൻ്റെ വായനയെ കൂടുതൽ വളർത്താൻ സഹായിച്ച സെമിനാരി ലൈഫ് തന്നെയാണെന്ന് പറയാൻ പറ്റും. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ലഭിച്ചത് വായിക്കാൻ, നല്ല ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടിയ സെമിനാരിൽ തന്നെയാണ്. കാരണം സെമിനാരി ലൈഫ് എന്ന് തന്നെ പറയുന്നത് ഒരുപാട് പുസ്തകങ്ങളെ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ലൈബ്രറീസ്, ധർമാരാമും എസ് എച്ചിലെ ലൈബ്രറി ആണെങ്കിലും ധർമാരാമിലെ ലൈബ്രറീസ് ആണെങ്കിലും അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മളെ വായിക്കാൻ നോക്കിയിരിക്കുന്ന കുറേ പുസ്തകങ്ങളും കുറേ കഥാപാത്രങ്ങളും ഇങ്ങനെ ഈ ലൈബ്രറിയിലൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എസ്-എച്ചിലായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത്, ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കാനും അതിനൊക്കെയായിരുന്നു. അതേപോലെ തന്നെ ആശ്രമത്തിലും അതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇത്രയും പുസ്തകങ്ങൾ, ഇത്രയും വായനക്കാർ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ഹൃദയത്തിൽ ഒരു സ്പന്ദനം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഏറ്റവും ആഴമായി സ്പർശിച്ച ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഏതായിരിക്കും? എനിക്ക് ബേസിക്കലി MTനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്ററാണ്. കാരണം MTയുടെ കഥകൾക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങൾക്കും വളരെ പ്രത്യേകതയുണ്ട്. ഒരു ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെറുതായിട്ടൊരു ലെവലിൽ പറയുന്ന ഡയലോഗ്സ് അല്ല, ആ ഡയലോഗ്സിൽ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു മനുഷ്യനാണ്. ശരിക്കും ഈ നമ്മുടെ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് MT ആണെന്ന് തോന്നുന്നു. വായന എന്ന നിലയിൽ, ഒരു റൈറ്റർ എന്ന നിലയിൽ MTനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. MT ഇഷ്ടമാണ്, KR മീരനെ ഇഷ്ടമാണ്, പിന്നെ PF മാത്യൂസ് സാർ. ഇപ്പം ഇപ്പോഴത്തെ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്റർ എന്ന് പറഞ്ഞാൽ PF മാത്യൂസ് സാറാണ്. ആ മാത്യൂസ് സാറിൻ്റെ ഒരു സാധാരണ ഒരു റൈറ്റിംഗ് സ്റ്റൈലല്ല അദ്ദേഹത്തിനുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിലാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മൂങ്ങ, കടലിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയതായിട്ട് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളെ പറ്റി ഞാൻ പറയാം. അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ ജനറേഷനിലുള്ള കുറെ എഴുത്തുകാരുടെ ഒരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. പുതുതലമുറ എഴുത്തുകാരെ കുറിച്ച് അങ്ങനെയെങ്കിലും എന്തായിരിക്കും പറയാനുണ്ടാവും? പുതുതലമുറയിലെ എഴുത്തുകാരെ എനിക്ക് ബേസിക്കലി ഒരുപാട് എഴുത്തുകാരുടെ പരിചയമുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഇപ്പോൾ ഒരുപാട് പബ്ലിക്കേഷനുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന
ഒരുപാട് റൈറ്റേഴ്സ് വരുന്നുണ്ട്. ഭയങ്കര വ്യത്യസ്തമായിട്ട് ഇപ്പം ജിൻഷ ഗംഗ എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണലി ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം. പുള്ളിക്കാരിയുടെ ഒരു ഓട എന്ന് പറയുന്നൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഓരോ കാലഘട്ടവും ഞാൻ പറഞ്ഞു, നമ്മൾ മാറ്റത്തെപ്പറ്റി നേരത്തെ സംസാരിച്ചായിരുന്നു. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഭാഷയ്ക്കും മാറ്റം ഉണ്ടാവണം. അതാണ് ഇപ്പോഴുള്ള റൈറ്റേഴ്സിനെല്ലാം, ആ കുട്ടി ഇപ്പം എഴുതുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എല്ലാം ഈ ഭാഷയെ ഈ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഭാഷയ്ക്കുണ്ടായ ചേഞ്ചസിനെ അവർ മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതുന്ന റൈറ്റേഴ്സാണ്. ഒരു കുറച്ചും കൂടെ യൂത്തിനെ അട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുക. അതിൽ ഉദാഹരണമാണ് ജിൻഷ ഗംഗ, പിന്നെ അഖിൽ ഖേ ഉണ്ട്, പിന്നെ മിഥുൻ മാനുവൽ ഉണ്ട്, പിന്നെ മജിദ് സെയ്ദ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇപ്പം വരുന്നുണ്ട്. ഇത്ര എഴുത്തുകാർ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ബലഹീനനായ ഞാനടങ്ങുന്ന യുവതലമുറയിലെ ഈ വായനക്കാരുടെ എണ്ണം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും ഒരു വേൾഡിലാണ്, ഡിജിറ്റൽ വേൾഡിലാണ്. അപ്പോൾ ഈ വായന മരിക്കുന്നു എന്നൊരു ഇത് തന്നെ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് അങ്ങനെ അത് പറഞ്ഞ സത്യമാണ്. വായിക്കുന്നവരുടെ എണ്ണം കുറവാണ് എന്ന് പറയുന്നുണ്ട്. എന്ത് വായിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ അവൻ്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വായിക്കുന്നവരാണ് നമ്മൾ. അതിൽ ഈ നോവൽസ്, കഥകൾ അതൊക്കെ വായിക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ കാലഘട്ടങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണത്. അപ്പം ആളുകൾക്ക് ഇപ്പോൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. ഇപ്പോൾ വായിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പുസ്തകം വായിക്കണം. ഇപ്പൊ മാറ്റം എന്ന് പറഞ്ഞല്ലോ, ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ പുസ്തകങ്ങളുടെ തന്നെ മീഡിയം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതെ മീഡിയം മാറ്റി ഇപ്പൊ നമുക്ക് കുക്കു എഫ്എം ഓഡിയോ ടൈപ്പ്, ഞാനിപ്പം കൂടുതലും അങ്ങനത്തെ പുസ്തകങ്ങളാണ് വായിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ മീഡിയം മാറുന്നു, നമ്മൾ ഡിജിറ്റൽ മേഖലയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പേപ്പർ ബുക്ക് വായിക്കുന്നതിന്റെ തന്നെ ഒരു സർഗാത്മകത ഇതിൽ ലഭിക്കുമോ? അത് ഒരു പുസ്തകം വായിക്കണമെങ്കിൽ പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പം നമുക്ക് ഏറ്റവും അറിയാം, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ആടുജീവിതം എന്ന സിനിമ ബ്ലെസ്സി സാറിൻ്റെ കാഴ്ചപ്പാടിലുള്ള, ബ്ലെസ്സി സാർ ആ നോവൽ വായിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ കാഴ്ചപ്പാടിൽ രൂപപ്പെട്ട ഒരു കഥയാണ്. പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളിൽ അതിനെ ചിന്തിക്കാൻ പറ്റും. നമുക്ക് പല പല മേഖലകളിലേക്ക് ചിന്തിച്ച് പോകാൻ പറ്റും. നമ്മൾ കണ്ട ആൾ വേറെ ആയിരിക്കും. അത് പുസ്തകം വായിക്കുമ്പോൾ തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് ആ ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും ഈ ഒരു പുസ്തകത്തിനെ കുറച്ചും കൂടെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ മറ്റൊരു അതെ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത്. അതായത് പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം കൂടുതൽ പേര് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വായിച്ച ആടുജീവിതം എന്ന് പറയുന്ന നോവലല്ല ഞങ്ങൾ ആ സിനിമയിൽ കണ്ടത്. കാരണം നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ആ കാഴ്ചപ്പാടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ശരിക്കും ആ ഒരു നോവൽ എടുത്ത് അത് വായിക്കുമ്പോഴാണ്. അപ്പം സെമിനാരി ജീവിതം അവസാനിപ്പിച്ചു, പിന്നീട് ഈ കലകളുടെ ലോകത്തേക്കാണ് പോയത്. എനിക്കൊന്ന് നാടക മേഖല, തിയേറ്റർ അല്ലേ? അതെ. ഈ നാടകം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രേക്ഷകർ കുറഞ്ഞു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർ കുറഞ്ഞു വരുന്നു എങ്കിൽ കൂടി അതിനെ പ്രണയിക്കുന്നവർ ഇപ്പോഴും അതിനെ ആസ്വദിക്കുന്നുണ്ട്. എങ്കിലും യുവതലമുറ ഒക്കെ ഇതിൻ്റെ സാധ്യതകൾ അറിയാതെ പോകുന്നതാണോ എന്താണെന്ന് അറിയില്ല. പങ്കാളിത്തമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ നാടക മേഖലയിലോട്ട് കടന്നു ചെല്ലുവാനും അതുപോലെ തന്നെ ഇതാണ് എൻ്റെ മേഖല എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? സെമിനാരിയിൽ നിന്ന് അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു? അതെ, ബേസിക്കലി തിയേറ്റർ ഞാൻ നേരത്തെ കുഞ്ഞിലെ തൊട്ട്, നമ്മളൊരു തിയേറ്ററിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്ന് പറയാറ്. അപ്പം കുഞ്ഞുനാളിൽ തന്നെയാണ്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് തിയേറ്ററിലേക്കുള്ള തിരിവുണ്ടാവുന്നത്. അത് കഴിഞ്ഞ് സെമിനാറിലായിരുന്ന സമയത്തും തിയേറ്ററുകൾ കുറേ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ SH തന്നെയാണ്. SH വന്നിട്ട് ഇവിടുത്തെ തിയേറ്റർ ക്ലബിൻ്റെയും തിയേറ്ററിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ 2018 തോന്നുന്നു, 2018 ഇവിടെ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ടായി എന്ന് പറയുന്നൊരു പ്ലേ ചെയ്യുന്നത്. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്ന് അവിടെ തിയേറ്റർ പഠിച്ചിറങ്ങിയ കുറേ ചേട്ടന്മാർ വന്നിട്ടായിരുന്നു നമുക്കിവിടെ തിയേറ്റർ പഠിപ്പിച്ച്. ആ വർഷത്തെ 2018 MG യൂണിവേഴ്സിറ്റിയിൽ പ്രൈസ് കിട്ടിയത് നമ്മുടെ നാടകത്തിനായിരുന്നു. സോ അപ്പം ആ നാടകത്തിൽ ഞാൻ പിന്നണിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം സാധാരണ എപ്പോഴും ആക്ടിങ്ങിലാണ് ചെയ്യാറുണ്ടെങ്കിലും ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ പിന്നണിയിൽ വർക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ
എനിക്ക് തിയേറ്ററിൻ്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു സമയം അതാണ്. അതായത് വെളുപ്പിനായിരുന്നു മത്സരം, കൊച്ചിൻ കോളേജ് വെച്ച് മത്സരം നടക്കുന്ന സമയത്ത് നമ്മുടെ വെളുപ്പിന് 2:30-ക്കായിരുന്നു നമ്മുടെ നാടക മത്സരം നടക്കുന്നത്. നാടക മത്സരം നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ നമ്മുടെ നാടകം കയറുന്ന സമയത്ത് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, പുറത്തൊരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റ് മ്യൂസിക് ഞാൻ വെച്ച് നമ്മുടെ പ്ലേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ആ സ്റ്റേജ് മുഴുവൻ നിറച്ചും ആളുകൾ വന്ന് തിങ്ങിക്കൂടുമായിരുന്നു. അതുപോലെ അത് ഞാൻ നേരെ തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണ് കാണുന്നത് ഒരുപാട് ആളുകൾ ഈ നാടകം കാണാനായിട്ട് വരുന്നത്. കാരണം അതിനെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊരു ഫിസിക്കൽ തിയേറ്റർ ആയിരുന്നു. ഫിസിക്കൽ തിയേറ്ററിൻ്റെ അതിൻ്റെ വിഷ്വലായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള സാധനമായിരുന്നു. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഒരു നാടകമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ വിഷ്വൽ സാധ്യതകളും അതിൻ്റെ ഒരു ഭംഗിയും അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, അതിൻ്റെ ഡയലോഗ്സുകൾ, അതൊക്കെ ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്തപ്പോൾ കൂടുതൽ ആളുകളും അവിടേക്ക് കടന്നു വരികയും ആ നാടകത്തിൽ നിറച്ചും ഫുൾ ഓഡിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമുക്ക് ഇപ്പൊ ഈ പ്രേക്ഷകർ കുറവാണ് എന്ന് പറയാം, ഇപ്പൊ ഈ നാടകം അല്ലെങ്കിൽ സർക്കസ് പോലത്തെ കലകൾ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇതിൽ ഒരു പ്രേക്ഷകരുടെ പങ്കാളിത്തം കുറഞ്ഞു പോകുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇതാണ് സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. പക്ഷെ പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കൂടുതലും ഇപ്പോൾ നാടകോത്സവങ്ങൾ, MG യൂണിവേഴ്സിറ്റി നാടകോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പങ്കെടുക്കുന്നത് നാടകോത്സവത്തിന് തന്നെയാണ്. അതേപോലെ തന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ വരുമ്പോൾ ഇപ്പം നമ്മൾ ഓർക്കും ഡാൻസ്, പാട്ട്, അങ്ങനത്തെ സാധനങ്ങൾക്കായിരിക്കും കൂടുതൽ ഓഡിയൻസ് ഉള്ളത്. അപ്പം ഇത്തവണത്തെ ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ നാടകത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട്. നാടകം ആളുകൾ മനസ്സിലാക്കി അതിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയിൽ ഇപ്പം വിഷ്വലി ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അനുഭവിക്കാൻ സാധിക്കുകയാണ്. അനുഭവങ്ങളിലേക്കാണ് നമുക്ക് തൊട്ടറിയുന്ന ഒരു സിനിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിയേറ്റർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സാധ്യതയെ മനസ്സിലാക്കി അങ്ങനെ തന്നെ ചെയ്യുന്ന ഈ സിനിമാ മേഖലയിലേക്ക് ഒരുപാട് പേര് കടന്നു വന്നതിന്റെ പ്രാഥമിക ഘട്ടം നാടകമാണ്. ഇന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആണെങ്കിലും പല ഇൻഡസ്ട്രികളിലും ലീഡ് ചെയ്യുന്ന പലരും നാടക ബേസിൽ നിന്ന് സിനിമ സാധ്യതകളിലോട്ട് എത്തിയതാണ്. ജിബി ചേട്ടൻ ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു 2 ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ. അത് SSG പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. അതിന്റെ കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇതിന്റെ ഒരു നെക്സ്റ്റ് സാധ്യതയായിട്ട് സിനിമയിലോട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ടും എല്ലാം അങ്ങനെയും ചിലപ്പം മാറ്റം ഉണ്ടായേക്കാറ്. കാലത്തിന്റെ മാറ്റം എന്ന് പറയാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തിയേറ്റർ ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഭയങ്കര വ്യത്യാസമാണ്. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ടർ അതിനകത്ത് നിന്ന് ഔട്ടാണ്. പിന്നെ അവൻ കാഴ്ചക്കാരിലേക്ക് ഈ സിനിമേനെ വെച്ചേക്കാണ്. അതേപോലെ തന്നെ ഒരു റൈറ്റർ ആയിക്കഴിഞ്ഞാലും പുസ്തകം എഴുതി കഴിഞ്ഞാൽ പുസ്തകത്തെ വിടുകയാണ്, അത് വായനക്കാരിലേക്ക് വിടുന്നു, അവർ വായിക്കുന്നു. ഏത് കലയാണെങ്കിലും അങ്ങനെയാണ്. അത് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അത് എഴുതിയ ആൾക്കോ അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്ത ആൾക്കോ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കില്ല. പക്ഷേ തിയേറ്റർ മാത്രമാണ് ശരിക്കും നമ്മളതൊരു സാധനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫോമിന് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റും. അത് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് നോക്കി നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കും. അത് തിയേറ്റർ മാത്രം തരുന്ന ഒരു സാധ്യതയാണ്. ശരിക്കും ഞാനൊരു പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത ആളുകൾ ആ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ കിട്ടുന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്ററിനോ ഒരു സിനിമ ഡയറക്ടറിനോ ഒരു എഴുത്തുകാരനോ കിട്ടാത്തൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരു സിനിമാ സംവിധായകനും ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഇതേ അനുഭവം ഉണ്ടാവില്ലേ? ഈ സിനിമാ സംവിധായകനും ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അദ്ദേഹം നിർമ്മിച്ച അയാൾക്ക് എത്ര തവണ അത് കാണാൻ പറ്റും? അയാളുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ സിനിമ ആയിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിരിക്കും അത് പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ ഒരു നാടകമാണെങ്കിലും ആ നാടകത്തിൻ്റെ ഡയറക്ടർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പല ഇമോഷൻസിലൂടെയാണ് നമ്മളൊരു തിയേറ്റർ രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു പ്ലേ ചെയ്തിരുന്ന സമയത്ത് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഗ്ലാസ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടി ഇത് താഴത്തേക്ക് വീണ് കുട്ടികളുടെ കാലിൽ കയറി ചോരയൊക്കെ വരികയാണ്. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇതുണ്ട്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം തിയേറ്ററിനകത്ത്. സിനിമ ഉണ്ടാക്കി രൂപപ്പെടുത്തി എഴുതി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, അതാണ്. പക്ഷേ തിയേറ്ററിന് ഉണ്ടാകുന്ന മാറ്റം സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. ചിലപ്പം നിങ്ങൾ തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്ടറിന് അപകടം സംഭവിക്കാം,
ശ്വാസം മുട്ടലുണ്ടാവും. അങ്ങനത്തെ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ സെറ്റൊക്കെ പൊളിഞ്ഞു പോയിട്ടുള്ള ഭാഗം. സോ അതൊക്കെ ലൈവാണ് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമല്ല. ശരിക്കും ചിലപ്പോൾ ഇമോഷനുകൾക്ക് ചേഞ്ചസ് വരാം. തിയേറ്റർ നമ്മൾ പെർഫോം ചെയ്യും, ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണല്ലോ തിയേറ്റർ. അത് എല്ലാ കലകളും ചേർന്ന ഒരു ഇതുകൂടിയാണ് തിയേറ്റർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇതിലൊരു പങ്കാളിത്തത്തിൻ്റെ ഒരു കുറവ് എന്ന ആ ഒരു രീതിയിലുള്ള കുറവല്ല എന്ന് ജോയിച്ചേട്ടൻ തന്നെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഭാവി സാധ്യതകളെ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇപ്പോൾ ഈ യുവതലമുറ പ്രിസൈസ് ആയിട്ടുള്ള കോണ്ടന്റുകളെയാണ് കാണുന്നത് അല്ലെങ്കിൽ തിരയുന്നത്. പക്ഷേ അതേസമയം നമുക്കൊരു തിയേറ്റർ പ്ലേ അവതരിപ്പിക്കണമെങ്കിൽ ഒരു 30-40 1 മണിക്കൂറൊക്കെ മിനിമം വേണ്ടി വരില്ലേ? അപ്പം അതിൻ്റെ ഭാവി സാധ്യതകളിലോട്ട് വീണ്ടും പോകുമ്പോൾ ആൾക്കാർ പ്രിസൈസ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് നോക്കി പോകുന്നത്. അപ്പോൾ ഭാവി സാധ്യതകൾ എങ്ങനെയായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്വലായിട്ട് എങ്ങനെ തിയേറ്ററിനെ ഭംഗിയാക്കാം എന്നുള്ള സാധ്യതകളെ നോക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ സാധ്യതകൾ എന്തെങ്കിലും ജീവിച്ചേട്ടൻ ഇപ്പം ഇതിൽ ഒരുപാട് ഗവേഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും സാധ്യതകളെ കുറിച്ച് തിരഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ തിരഞ്ഞിട്ട് കുറച്ചും കൂടെ ആളുകളെ അട്രാക്ട് ചെയ്യിക്കുന്ന തരത്തിൽ തിയേറ്ററിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള രീതി ഇത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡാൻസിന്റെ പല ഫോംസുകൾ, അതായത് ഫിസിക്കൽ തിയേറ്റർ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസിന് ഒരു ബോഡി മൂവ്മെന്റ്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർക്ക് നമ്മൾ ഡാൻസിന് കൂടുതലും ഓഡിയൻസ് ഒരുപാടുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും ഡാൻസ് ഫോമിന് ഭയങ്കര ഓഡിയൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം തീമാറ്റിക് ഡാൻസുകളുണ്ട്. ഇതെല്ലാം തിയേറ്ററുമായി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുറച്ചും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ നാടകം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫിസിക്കൽ തിയേറ്റർ അങ്ങനത്തെ ഒരു സാധ്യതയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരു കാലത്തിന്റെ മാറ്റമായി നമുക്ക് കണക്കാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എങ്കിലും നാടകം എന്ന് പറയുമ്പോൾ ഒരു പഴയ തലമുറയെ സംബന്ധിച്ചുള്ളത് അതിൻ്റെ ഒരു ട്രഡീഷണൽ ഒരു വേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ വിമർശിക്കുന്നവരുണ്ടാവില്ല. അവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? അത് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അത് മാറ്റത്തിന് നമ്മൾ നിന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും എന്നുള്ളതാണ്. If you don't get updated, you will get outdated എന്ന് പറയുന്ന സംഭവം. ഏറ്റവും അവസാനമായിട്ട് ചോദിക്കട്ടെ, തിരുഹൃദയ കലാലയത്തിന്റെ ഒരു പ്രൗഡ് അലൂമിനസ് ആണ് ജിബിച്ചേട്ടൻ. 2017-20 കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിയായിരുന്നു. തിരുഹൃദയ കലാലയവും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കൊക്കെ സ്പന്ദനം നൽകിയ ഒരു ഇടമാണ്. കലാലയ ഓർമ്മകളിലോട്ടൊന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് തുടർന്ന് എന്തായിരിക്കും തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കലാലയത്തിലേക്ക് ഞങ്ങൾ ഈ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഞങ്ങൾ SH പഠിച്ചതെന്ന് പറയാം. കൊറോണ ഉണ്ടാവുന്നു, വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സമയത്താണ് ഈ കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഞാൻ +1 +2 പഠിച്ചത് തേവരയിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ തേവര എന്ന് പറയുന്നത്. ശരിക്കും ഭംഗിയുള്ള, നമുക്ക് രസകരമായിട്ട് വൈകുന്നേരങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന നല്ല ഗ്രൗണ്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ കോളേജിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാറ്റങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് SH തന്നെയാണെന്ന് പറയാം. ഇവിടെ കുറേ സപ്പോർട്ടീവായിട്ടുള്ള അച്ഛന്മാരാണെങ്കിലും ഇവിടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറന്മാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തരുമായിരുന്നു വായിക്കാനായിട്ട്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്റർ മേഖലയാണെന്ന് പറഞ്ഞിട്ട് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് തരുമായിരുന്നു ഇവിടെയുള്ള സാറന്മാർ. ജോസഫ് അച്ഛനായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു സ്ഥലമാണ് നമ്മളെ ഈ മാറ്റം. ഞാൻ പറഞ്ഞില്ലേ, ഈ മാറ്റമാണ് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം. ഈ മാറ്റത്തിലേക്ക് നമ്മളെ നയിച്ച വ്യക്തികളും സ്ഥാപനവും എന്ന് പറയുന്നത് SH തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ബുക്ക് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എപ്പിസോഡുകളായി. ഇപ്പൊ നമ്മളത് അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് പ്രോഗ്രാമുകളായിട്ട് സ്കൂളിലേക്കൊക്കെ അതിന്റെ പ്രാഥമിക ഘട്ടത്തില് എനിക്ക് തോന്നുന്നു ജുബിച്ചേട്ടനൊക്കെയാണ് അതിന് മുൻകൈ. അതെ. അപ്പൊ ആദ്യ സമയങ്ങളിൽ ഫസ്റ്റ് ജോസഫ് അച്ഛൻ അല്ല, ആന്റണി അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് ടോക്ക്. ഇപ്പം ഞാൻ പുസ്തകം വായിക്കുന്നതൊക്കെ അച്ഛൻ അറിയാമായിരുന്നു. അപ്പം എൻ്റെ അവിടുത്തെ റൂമിൽ തന്നെ ചെറിയൊരു റൂമാണ്, സെമിനാരിൽ ചെറിയ റൂമാണ്. ആ റൂമിൽ നിറച്ചും പുസ്തകങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ ഡ്രസ്സുകളേക്കാൾ കൂടുതൽ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ആന്റണി അച്ഛൻ അത് അറിയായിരുന്നു. ആന്റണി അച്ഛന് പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ അറിയായിരുന്നു. ആന്റണി അച്ഛൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറും കൂടിയായിരുന്നു. അങ്ങനെയാണ് ഈ ബുക്ക് ടോക്കിൻ്റെ കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് എപ്പിസോഡും ഒക്കെ ബുക്ക് ടോക്കൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചുബിച്ചേട്ടൻ നാടക മേഖലയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വിജയിക്കട്ടെ എന്നും കാലത്തിനൊപ്പമുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഈ മേഖലയിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ചുബിച്ചേട്ടൻ ഇടയാകട്ടെ എന്നും ആശംസിക്കുന്നു. സോ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us.
നന്ദി.